കണക്കത്തുരുത്തി GUP സ്കൂളിൽ പുതിയ കെട്ടിട ഉദ്ഘാടനം നടന്നു. നവകേരളം കർമ്മ പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2018-19 വാർഷിക പദ്ധതി പ്ലാൻ ഫണ്ട് 2,68,00,000 വിനിയോഗിച്ച് കണക്കത്തുരുത്തി GUP സ്കൂളിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനം എന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവ് വർദ്ധിക്കുക എന്നത് തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ആധുനിക കാലത്തിന് ചേർന്ന രീതിയിൽ വിദ്യാഭ്യാസ രീതികൾ പരിഷ്കരിക്കുന്നതിന് പൊതുവിൽ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് അധ്യാപകർക്കാണുള്ളത്. അധ്യാപകർക്ക് കാലാനുസൃതമായ പരിഷ്കരണം വേണ്ടതായി വരും. പുതിയ അറിവുകൾ നേടേണ്ടതായിട്ടുണ്ട്. കാലം മാറുകയാണ്. അതിനനുസരിച്ച് അറിവുകളിലും മാറ്റം വരികയാണ്. പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. കണക്കത്തുരുത്തി GUP സ്കൂളിൽ നടന്ന സ്കൂൾ തല പരിപാടിയിൽ PP സുമോദ് MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. വടക്കഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി. 15 സ്മാർട്ട് ക്ലാസ് മുറികളും ഒരു ഹാളും ഉൾപ്പെടുന്നതാണ് കെട്ടിടം. സർവശിക്ഷ കേരള DPO MR മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാജേഷ് ചന്ദ്രൻ സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത പോൾസൺ, വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VJ ഹുസനാർ, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S അലീമ, വടക്കഞ്ചേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രശ്മി ഷാജി, വാർഡ് അംഗങ്ങളായ KP ഫൗസിയ, AT വർഗീസ് കുട്ടി, ആലത്തൂർ ഉപജില്ലാ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ KP ബീന, കൈറ്റ് മാസ്റ്റർ ട്രെയിനർ അബ്ദുൾ മജീദ്, സ്കൂൾ പ്രധാനാധ്യാപിക MK ശ്രീലേഖ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.